വെൽക്കം ഓൾ. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കോർഡിനേറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ്. നമ്മൾ 3 ഡയമെൻഷണൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ 3 ഡയമെൻഷണൽ സിസ്റ്റം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ക്വാണ്ടിറ്റീസ് എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 3 ഡയമെൻഷണൽ സിസ്റ്റത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ 3 ഡയമെൻഷണൽ സിസ്റ്റം പലതരത്തിലുണ്ട്. റെക്ടാംഗിൾ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, സ്പെറിക്കൽ സിസ്റ്റം ഉണ്ട്, സിലിണ്ടറിക്കൽ സിസ്റ്റം ഉണ്ട്. ഇവിടെ ഞാനൊരു വെക്ടർ എ എന്നുള്ള വെക്ടർ എങ്ങനെയാണ് റെക്ടാംഗിൾ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇത് വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ റെക്ടാംഗിൾ സിസ്റ്റത്തിൽ 3 ഡയമെൻഷണൽ സിസ്റ്റത്തിൽ 3 ക്വാണ്ടിറ്റീസ് ആണുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സ്, വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻസിലാണത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഈ ക്വാണ്ടിറ്റി ഈ സ്മോൾ എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്. അതിന് സ്മോൾ എ വൈ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വൈ ആൻഡ് സ്മോൾ എ ഇസഡ് മീൻസ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇസഡ് ആണ്. അപ്പോൾ ഒരു വെക്ടർ ക്വാണ്ടിറ്റി എ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ എ എക്സിൻ്റെയും ഈ എ വൈയുടെയും ഇസഡിൻ്റെയും ഡയറക്ഷനിലായിരിക്കും. ടോട്ടൽ റിസൾട്ടൻ്റ് ആണ് നമുക്ക് കിട്ടുന്ന ഈ എ എന്നുള്ള വെക്ടർ. ഈ വെക്ടർ എ എങ്ങനെ നമുക്ക് എഴുതാം? വെക്ടർ എ ഇസ് ഈക്വൽ ടു എ എക്സ് ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ എ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആണ് എ എക്സ്. യൂണിറ്റ് വെക്ടർ ഇസ് എ എക്സ് plus ay, that is the magnitude of this vector a in the direction of y, that is ay plus magnitude of a in the direction of z, that is az. So ഇങ്ങനെയാണ് ഒരു വെക്ടർ എ എക്സ് വൈ സെഡ് ക്വാണ്ടിറ്റീസിൽ 3 ഡയമെൻഷണൽ റെക്ടാംഗിൾ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം 3 ഡയമെൻഷണൽ റെക്ടാംഗിൾ സിസ്റ്റത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഓപ്പറേറ്ററാണ് ഡെൽ ഓപ്പറേറ്റർ. ഇനി അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിളായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 3 ഡയമെൻഷൻ റെക്ടാംഗിൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു പ്യൂർലി മാത്തമാറ്റിക്സ് പോർഷനാണ്. ഈ ഒരു പോർഷൻ നമുക്ക് മനസ്സിലാക്കിയാലേ ഉള്ളൂ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസിലൊക്കെ കുറേ ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഡെൽ ഓപ്പറേറ്റർ എന്താണ്, അല്ലെങ്കിൽ കുറച്ച് ഇതിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്യൂർലി മാത്തമാറ്റിക്സ് ആയിട്ടുള്ള പോർഷനാണ്, നമുക്ക് അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഡെൽ ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഓപ്പറേറ്റർ ഇൻ 3 ഡയമെൻഷൻ സിസ്റ്റം. നമ്മളൊരു 3 ഡയമെൻഷൻ സിസ്റ്റത്തിൽ നമ്മളൊരു ക്വാണ്ടിറ്റീസ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ഡെൽ ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് ഡെൽ ഇസ് റെപ്രസെൻറ്റഡ് ബൈ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ്. ഒരു റെക്ടാംഗുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ ഡെൽ ഓപ്പറേറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു വിധത്തിലായിരിക്കും. സോ ദ ഡെൽ ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ്. ഇനി ഈ ഡെൽ ഓപ്പറേറ്റർ നമ്മൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ ഡെൽ ഓപ്പറേറ്റർ നമ്മൾ ഒരു ഫംഗ്ഷനുമായിട്ട് നമ്മളാണ് എപ്പോഴും അറ്റാച്ച് ചെയ്തിട്ടാണ് പറയുക. ഡെൽ ഓപ്പറേറ്റർ തന്നെ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യുന്നില്ല. ഡെൽ ഓപ്പറേറ്റർ ഏതെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സ്കെയിലർ ഫംഗ്ഷനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും പറയുക. അപ്പോൾ ഇതൊരു സ്കെയിലർ ഫംഗ്ഷനുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് പറയുമ്പോൾ ഡെൽ ഓപ്പറേറ്റർ പറയുമ്പോൾ നമുക്ക് ഇതിന് 3 യൂസ്ഫുൾ ഉണ്ട്. 3 യൂസസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് യൂസസ് that is this del operator can be useful for finding the gradient എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഈ ഡെൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ജി. ഇനി സെക്കൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ ഡെൽ ഓപ്പറേറ്റർ സെക്കൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഡൈവേർജൻസ് ഓഫ് എ ക്വാണ്ടിറ്റി. ഡൈവേർജൻസ് ഓഫ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് എ. ഇപ്പോൾ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡൈവേർജൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഡെൽ ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഗ്രേഡിയൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഡെൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഫോർ ഫംഗ്ഷൻ ഡെൽ ഓഫ് വി, ഒരു ഫംഗ്ഷൻ വി ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഡെൽ ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. മൂന്നാമത്തെ യൂസ് എന്ന് വെച്ചാൽ ഫോർ ഫൈൻഡിങ് ദ കേൾ ഓഫ് എ വെക്ടർ. ഒരു വെക്ടർ എ ഉണ്ടെങ്കിൽ അതിൻ്റെ കേൾ എന്താണ്? ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ഡെൽ ക്രോസ് എ. ഡെൽ ക്രോസ് എ അല്ലെങ്കിൽ കേൾ ഓഫ് എ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഡെൽ ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർത്ത് തിങ് ഈസ് ടു ഫൈൻഡ് ദ ലാപ്ലേഷൻ ഓഫ് എ വെക്ടർ. Laplacian of vector, that is del square of a. ഇതിൻ്റെ സ്ക്വയർ
ഈ ഡെൽ ഓപ്പറേറ്റർ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഡെൽ സ്ക്വയർ ഓഫ് എ കണ്ടുപിടിക്കുക, ദാറ്റ് ഇസ് ലാപ്ലേഷൻ ഓഫ് എ വെക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഡെൽ ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലാപ്ലേഷൻ നമ്മളിപ്പോൾ ഇവിടെ സിലബസിൽ നമ്മൾ കവർ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ലാപ്ലേഷൻ എടുക്കുന്നില്ല. ഈ 3 ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ ഫസ്റ്റ് യൂസ് ഓഫ് ദ ഡെൽ ഓപ്പറേറ്റർ ഇസ് ദ ഗ്രേഡിയന്റ് ഓഫ് ദ സ്കെയിലർ. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ G. എന്താണ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 3 ഡയമെൻഷണൽ സിസ്റ്റത്തിൽ നമ്മളെപ്പോഴും ഗ്രേഡിയന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒരു ക്വാണ്ടിറ്റീനെ പറയുന്നതാണ് ഗ്രേഡിയന്റ് എന്ന് പറയുക. നമ്മൾ ഡിഫറൻഷ്യൽ ഇപ്പോൾ 2 ഡയമെൻഷണൽ സിസ്റ്റത്തിൽ എന്താണ് ഡിഫറൻഷ്യൽ എന്നാണ് എടുക്കുന്നത് പോലെ തന്നെ 3 ഡയമെൻഷണൽ സിസ്റ്റത്തിൽ നമുക്ക് ഗ്രേഡിയന്റ് എന്താണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി. So this can be represented in a rectangular system as dou v by function v ഉണ്ടെന്നിരിക്കുക. So that is dou v by dou x ax plus dou v by dou y ay plus dou v by dou z az. ഏതെങ്കിലും ഒരു എക്സാമ്പിളായിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒരു v എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ഇതൊരു സ്കെയിലർ ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്പറേറ്ററാണ് ഗ്രേഡിയൻറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. ഗ്രേഡിയൻറ്റ് ഓഫ് ദ സ്കെയിലർ ഫംഗ്ഷൻ v ആണ്. സോ ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റ് ബൈ ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് dou v by dou x ax പ്ലസ് dou v by dou y ay plus dou v by dou z az. And second thing is we can find the divergence. ഒരു ഡൈവർജൻസ് ഓഫ് എ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വെക്ടറിൻ്റെ ഡൈവർജൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഗ്രേഡിയൻ്റ് ഓപ്പറേറ്റർ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് ഡൈവർജൻസ് ഓഫ് എ വെക്ടർ ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ആസ് ഡെൽ ഡോട്ട് എ. ഒരു വെക്ടർ എ എന്നുള്ളൊരു വെക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഡൈവർജൻസ് ഓഫ് ദാറ്റ് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽ ഡോട്ട് എ ആണ് നമ്മൾ എടുക്കുക. സോ അതിന് എന്താണ് ഡൈവർജൻസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഡൈവർജൻസ് പറഞ്ഞാൽ ഇസ് ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആസ് എ വോളിയം ഷ്രിങ്സ് ടു 0. ഒരു പർട്ടിക്കുലർ ഒരു വോളിയത്തിൽ നമ്മൾ ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് എത്രമാത്രം ഫ്ലക്സ് ഔട്ട്വേർഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഔട്ട് ബേസ്റ്റ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ ഫ്ലക്സ് എത്ര ഔട്ട് ബേസ്റ്റ് ചെയ്യുന്നുള്ള ആ ക്വാണ്ടിറ്റീനാണ് നമ്മൾ ഡൈവർജൻസ് എന്ന് പറയുക. നമ്മൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് ദാറ്റ് ഈസ് എ ഡോട്ട് ഡി എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ആസ് വോളിയം ഷ്രിങ്സ് ടു 0, ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ വി ടെൻസ് ടു 0. നമ്മൾ ഓൾറെഡി സർഫസ് ഇൻ്റഗ്രലിൽ നമ്മൾ എന്താണ് ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എസ് ആണ്. ആ ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് പെർ ദാറ്റ് വോളിയം, എത്ര ഒരു പർട്ടിക്കുലർ ഒരു വോളിയത്തിൽ എത്രമാത്രം ഫ്ലക്സ് ഔട്ട്വേർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഔട്ട് ബേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് ഡൈവർജൻസ് ഓഫ് ദാറ്റ് വെക്ടർ. So that is equation. According to definition we can tell that total outward flux, that is closed integral a dot ds per unit volume, that is del v, when this volume is shrinks to or changes to 0, this limit delta v tends to 0. So this is the definition of this divergence. നമുക്ക് ഡെഫിനിഷൻ അല്ലാണ്ട് ഡൈവർജൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പൈപ്പിൽ കൂടെ വെള്ളം പുറത്തോട്ട് വരികയാണെങ്കിൽ പൈപ്പിൽ നിന്ന് എത്രമാത്രം വെള്ളം ഒരു ബക്കറ്റിലോട്ട് നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ എത്രമാത്രം ആ പൈപ്പിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പോകുന്നു അത്രയും എമൗണ്ട് ഓഫ് വാട്ടറാണ് ഡൈവർജൻസ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ എത്രമാത്രം വെള്ളം ഒരു പൈപ്പിൽ നിന്ന് ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ നിന്ന് എത്രമാത്രം പൈപ്പിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു, അപ്പോൾ അത്രയും ആ വെള്ളം ഒഴുകുന്നതിൻ്റെ ആ എമൗണ്ടിനെയാണ് ഡൈവർജൻസ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദിസ് ഡെൽ ഡോട്ട് എ. ഇനി നമുക്ക് എക്സാമ്പിൾ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഒരു ഫിഗർ വരച്ച് കാണിക്കാം. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ഡൈവർജൻസ്, എന്താണ് പോസിറ്റീവ് ഡൈവർജൻസ്, എന്താണ് നെഗറ്റീവ് ഡൈവർജൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡൈവർജൻസ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഈ ഒരു ഫ്ലക്സ് ഔട്ട്വേർഡ് ചെയ്യുകയാണ്, പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതാണ് പോസിറ്റീവ് ഡൈവർജൻസ് എന്ന് പറയുക. നെഗറ്റീവ് ഡൈവർജൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ടോട്ടൽ ഫ്ലക്സ് ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നെഗറ്റീവ് ഡൈവർജൻസ് എന്ന് പറയുക. ഇനി ഇവിടെ ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് ദർ ഇസ് നോ ഫ്ലക്സ് ഈസ് നോട്ട് കോൺസെൻട്രേറ്റിംഗ് ടു വൺ പോയിന്റ്, ഓർ ഒരു പോയിന്റിൽ നിന്ന് പുറത്തോട്ട് ഒരു ഫ്ലക്സോ അല്ലെങ്കിൽ ഒരു വെക്ടർ പോകുന്നില്ല. സോ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഈ ഒരു ഏരിയയിൽ. സോ ഇത് എന്ന് പറഞ്ഞാൽ ഇത് സീറോ ഡൈവർജൻസ് എന്നാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ഡൈവർജൻസ്. ദിസ് ഇസ് ഫ്രം വൺ പോയിന്റ്, ദിസ് ഫ്ലക്സ് ഓർ വെക്ടർ ഈസ് ഔട്ട്വേർഡ് ഫ്രം ദാറ്റ്, ഔട്ട്ബേഴ്സ് ഫ്രം ദാറ്റ് വൺ പോയിന്റ്. ഈ കേസിലാണെങ്കിൽ ദിസ് ഈസ് കൺവേർജിങ് ടു വൺ പോയിന്റ്. സോ ഇതാണ് നെഗറ്റീവ് ഡൈവർജൻസ്. നമ്മൾ ഒരു പൈപ്പിൻ്റെ എക്സാമ്പിൾ തന്നെയാണെങ്കിൽ, വാട്ടറിൻ്റെ എക്സാമ്പിൾ തന്നെയാണെങ്കിൽ, ഒരു പൈപ്പിൽ നിന്ന് വെള്ളം പുറത്തോട്ട് എത്രമാത്രം ഔട്ട്വേർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പുറത്തോട്ട് ഒഴുകുന്നതിനാണ് പോസിറ്റീവ് ഡൈവർജൻസ് എന്ന് പറയുക. ഇനി പൈപ്പിലാണെങ്കിൽ നമ്മളൊരു ടാങ്കിൽ നിന്ന് വെള്ളം പൈപ്പിലോട്ട് പോവുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഡൈവർജൻസിന് എക്സാമ്പിളാണ്. ഒരു വലിയ ഏരിയയിൽ നിന്ന് ഒരു ചെറിയൊരു പോയിന്റിലോട്ട് അത് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഡൈവർജൻസ് എന്ന് പറയും. സോ ദിസ് വാസ് ദ എക്സാമ്പിൾ ഫോർ ദിസ് ഡൈവർജൻസ്. ഈ ഡൈവർജൻസ് എങ്ങനെയാണ് ഒരു 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കണം. സോ ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് എ. ഇപ്പോൾ 3 ഡയമെൻഷണൽ സിസ്റ്റത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടു ഇങ്ങനെയായിട്ട് ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു AX പ്ലസ് AY പ്ലസ് EZ. ആ ഒരു ക്വാണ്ടിറ്റി ഈ 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി അതിൻ്റെ ഡൈവർജൻസ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇക്വേഷനാണ് ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു dou by dou x of AX plus dou by dou y of AY plus dou by dou Z of AZ. സോ ഇതാണ് ഡൈവർജൻസ് ഓഫ് ദാറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എ ഇസഡ്. ഒരു വെക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൈവർജൻസ് ഓഫ് ദാറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡൈവർജൻസ് തിയറം. അപ്പോൾ നമ്മൾ ഡൈവർജൻസ് എന്താണെന്ന് പറഞ്ഞു, അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. ഡൈവർജൻസിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു സ്കെയിലർ ഔട്ട്പുട്ട് ആയിരിക്കും. സോ ഡെൽ ഡോട്ട് എ ആണ് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റാണ്, നമ്മളൊരു വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു വെക്ടർ എ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഡെൽ ഓപ്പറേറ്ററുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ഔട്ട്പുട്ടായിരിക്കും. അപ്പം ഡൈവർജൻസ് തിയറം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഡൈവർജൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്ടറിൻ്റെ സർഫസ് ഇൻറ്റഗ്രലിൽ നിന്ന് വോളിയം ഇൻറ്റഗ്രലിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ഒരു കേസിലാണെങ്കിൽ നമുക്ക് ഈ ഡൈവർജൻസ് തിയറം എന്താണെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ വാട്ട് ഈസ് ദിസ് ഡൈവർജൻസ് തിയറം ടെൽസ് ദാറ്റ്, സോ ഡൈവർജൻസ് തിയറം ടെൽസ് ദാറ്റ് ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് വെക്ടർ ഈ സെയിം ആസ് ദ വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ഡൈവർജൻസ് ഓഫ് ദാറ്റ് വെക്ടർ. സോ നമുക്കിങ്ങനെ എഴുതാം, ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് ദാറ്റ് ഈസ് എ ഡോട്ട് ഡി എസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്താണ്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ദിസ് സർഫസ് ഇൻറ്റഗ്രൽ, ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ എ ഡോട്ട് ഡി എസ് വിച്ച് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ ഡെൽ ഡോട്ട് എ ഡി വി. സോ ഇതാണ് ഡൈവർജൻസ് തിയറം പറയുന്നത്. ടോട്ടൽ ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് എ വെക്ടർ എ ഈസ് സെയിം ആസ് വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ഡൈവർജൻസ് ഓഫ് ദാറ്റ് വെക്ടർ ഓവർ ദാറ്റ് വോളിയം. സോ ദാറ്റ് ഈസ് ദ ഡൈവർജൻസ് തിയറം ടെൽസ്. ഒരു വെക്ടറിനെ നമ്മൾ സർഫസ് ഇൻറ്റഗ്രലിൽ നിന്ന് വോളിയം ഇൻറ്റഗ്രലിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചും വോളിയം ഇൻറ്റഗ്രലിൽ നിന്ന് സർഫസ് ഇൻറ്റഗ്രലിലോട്ട് നമുക്കൊരു വെക്ടറിനെ മാറ്റുവാനായിട്ട് നമുക്ക് ഈ തിയറി നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് കേൾ ഓഫ് എ വെക്ടർ. ഇനി കേൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ഔട്ട്പുട്ടാന്ന് പറഞ്ഞു. ഇനി നമുക്ക് കേൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ആയിരിക്കും. ഒരു ഡെൽ ഓപ്പറേറ്ററുമായിട്ട് ഒരു വെക്ടർ ഡെൽ ക്രോസ് എ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, കേളിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു വെക്ടർ ആയിരിക്കും കേളിൻ്റെ ഔട്ട്പുട്ട്. സോ ദ കേൾ, വാട്ട് ഈസ് മീൻ ബൈ കേൾ? കേൾ ഓഫ് വെക്ടർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഈസ് കേൾ ഓഫ് ദ വെക്ടർ ഇറ്റ് ഈസ് എ ആക്സിൽ ഓർ റൊട്ടേഷണൽ വെക്ടർ. ദിസ് കേൾ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിൽ ഓർ റൊട്ടേഷൻ വെക്ടർ എന്നാണ് അറിയപ്പെടുക. സോ വാട്ട് യു മീൻ ബൈ കേൾ? കേൾ ഓഫ് വെക്ടർ ഈസ് എ rotational vector whose magnitude is maximum circulation of vector A per unit area as the area tends to 0 and its direction is normal direction of that area.
നമ്മൾ എങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. കേൾ ഓഫ് എ വെക്റ്റർ, ഒരു എ എന്നുള്ള വെക്റ്റർ ഉണ്ടെങ്കിൽ അതിന് കേൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽ ക്രോസ് എ എന്നായിരിക്കും. ഡെൽ ക്രോസ് എ എന്നാണ്. ഡെഫിനിഷൻ പറയുന്നത് ഇസ് മാഗ്നിറ്റ്യൂഡ് ഇസ് മാക്സിമം സർക്കുലേഷൻ ഓഫ് ഏരിയ, ദാറ്റ് ഈസ് സർക്കുലേഷൻ ഓഫ് ഏരിയ എ ഡോട്ട് ഡി എൽ divided by delta of S as the area tends to 0 and whose direction is normal direction of this area. So that is the curl of that vector. Curl the definition പറയുന്നത് maximum circulation of area of maximum circulation of vector A per unit area as area tends to 0. എന്താണ് ഈ മാക്സിമം സർക്കുലേഷൻ ഓഫ് ദിസ് വെക്റ്റർ? നമുക്കറിയാം ഒരു ക്വാണ്ടിറ്റി അതിൻ്റെ പാത്ത് ഒരു എ ടു ബി എന്നുള്ളൊരു പാത്തിൽ ഒരു ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഒരു വെക്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ദിസ് പാത്ത് ഈസ് എ ടു ബി. സപ്പോസ് എ ക്വാണ്ടിറ്റി, ദിസ് പാത്ത് ഈസ് എൽ, ദിസ് ക്വാണ്ടിറ്റി ഈസ് ഫ്രം എ ടു ബി. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫ്രം എ ടു ദിസ് പോയിൻറ്റ് ബി കണ്ടുപിടിക്കുന്നത് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ലൈൻ ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് വെക്റ്റർ എ. ദിസ് ഇസ് വെക്റ്റർ എ ഈസ് ഹിയർ. സോ ഹൗ ടു റെപ്രസെൻറ്റ് എ ലൈൻ ഇൻ്റഗ്രൽ? ദാറ്റ് ഈസ് ലൈൻ ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എൽ. ദാറ്റ് ഈസ് ലൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ക്വാണ്ടിറ്റി ഫ്രം ദിസ് പോയിൻറ്റ് ടു ദിസ് പോയിൻറ്റ്, എ എന്നുള്ള പോയിൻറ്റ് തൊട്ട് ബി എന്നുള്ള പോയിൻറ്റ് വരെയാണെങ്കിൽ നമ്മൾ ഈ ക്വാണ്ടിറ്റീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ ഡോട്ട് ഡി എൽ എന്നായിരിക്കും. ഇനി ഈ പാത്ത്, ദിസ് ഇസ് എ പാത്ത്, ദിസ് പാത്ത് ഇസ് എൽ, ലെങ്ത് ഇസ് എൽ, ആൻഡ് ഇഫ് ദിസ് പാത്ത് ഈസ് ക്ലോസ്ഡ്, ഈ ഒരു പാത്ത് എന്ന് പറഞ്ഞത് ബിയിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും എ തന്നെ എത്തുകയാണെങ്കിൽ, തിരിച്ച് എ സ്റ്റാർട്ട് ചെയ്തു ബിയിലെത്തി തിരിച്ച് വീണ്ടും എ തന്നെ എത്തുകയാണെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് പാത്താണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ദിസ് ടോട്ടൽ ഓഫ് ദിസ് അലോങ് ദിസ് പാത്ത്, ഈ ക്ലോസ്ഡ് പാത്തിൽ മൊത്തമുള്ള അതിൻ്റെ വെക്ടർ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് എ ഡോട്ട് ഡി എൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലിനെ പറയുന്നതാണ് സർക്കുലേഷൻ ഓഫ് ദാറ്റ് വെക്ടർ, സർക്കുലേഷൻ ഓഫ് ദിസ് വെക്ടർ എ ത്രൂ ദിസ് whole path, that is this represented by the closed line integral a dot dl എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ ഇതിനെ പറയുന്നത് സർക്കുലേഷൻ ഓഫ് ദിസ് വെക്ടർ എ. സർക്കുലേഷൻ ഓഫ് എ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ കേൾ ഓഫ് വെക്ടർ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, സർക്കുലേഷൻ ഓഫ് ദാറ്റ് വെക്ടർ പെർ യൂണിറ്റ് ഏരിയ ആസ് ഏരിയ ടെൻസ് ടു 0. സോ ഇതൊരു കേളിങ് എഫക്റ്റ് ഉണ്ടെങ്കിലാണെങ്കിൽ കേൾ എന്ന് പറയും. ഒരു വെക്ടറോട് ഒരു കേളിങ്, ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ കേൾ കണ്ടുപിടിക്കുക. നമ്മൾ മനസ്സിലാക്കാൻ പറയേണ്ടത്, നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ ഒരു വെള്ളത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. സോ നമ്മളൊരു പൈപ്പിൽ കൂടെ വെള്ളം പുറത്തോട്ട് പോവുകയാണ്, നമ്മളൊരു ബക്കറ്റിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ വെള്ളം പുറത്തോട്ട് ഒഴുകുമ്പം അത് റൊട്ടേറ്റ് ചെയ്യും, ബക്കറ്റിൽ ആ വെള്ളം റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആ ബക്കറ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ കേൾ ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുക. അപ്പോൾ റൊട്ടേഷണൽ എഫക്റ്റ് അവിടെ ഉണ്ടെങ്കിലാണ് നമ്മളത് കേൾ എന്ന് പറയുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റൊട്ടേഷണൽ വെക്ടറാണ് കേൾ. സോ ഇഫ് ഡെൽ ക്രോസ് എ, ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റിയിൽ ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, 0 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ക്വാണ്ടിറ്റി ദർ ഇസ് നോ റൊട്ടേഷൻ എഫക്റ്റ് ഇസ് ദർ, സോ ദാറ്റ് ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു 0. സോ ദിസ് ഇസ് ഇറൊട്ടേഷണൽ വെക്ടർ എന്ന് പറയും. ഡെൽ ക്രോസ് ഒരു ക്വാണ്ടിറ്റിയുടെ കേൾ 0 ആണെങ്കിൽ, കേൾ ഓഫ് ദാറ്റ് വെക്ടർ ഇസ് 0, or del cross A is equal to 0 means that is irrotational vector എന്ന് പറയാൻ സാധിക്കും. സോ ഇനി നമ്മൾ കേൾ ഓഫ് ദ വെക്ടർ എങ്ങനെയാണ് നമ്മൾ ഒരു റെക്ടാങ്കിൾ സിസ്റ്റത്തിൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. So we can find the del cross A or curl of the vector is determinant of x, y, ax, ay, az, dou by dou x, dou by dou y, dou by dou z, ax, ay, az.
ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു റെക്ടാങ്കുലർ സിസ്റ്റത്തിൽ ഒരു വെക്റ്റർ എ ഉണ്ടെങ്കിൽ AX പ്ലസ് AY പ്ലസ് AZ എന്നുള്ള വെക്റ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ കേൾ ഓഫ് ദാറ്റ് വെക്റ്റർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് AX AY AZ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് AX AY AZ. ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് യൂണിറ്റ് വെക്റ്റർ AX ഈക്വൽ ടു ഡോ ബൈ ഓഫ് AZ minus dou by dou Z of AY minus of AY. This becomes dou by dou X of AZ minus of dou by dou Z of AX plus AZ of dou by dou X of AY minus dou by dou Y of AX. So in this way we can find the curl of that vector in the rectangular coordinate system. So rectangular coordinate system നമ്മൾ curl of the vector കണ്ടുപിടിക്കേണ്ടത് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ്. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക, ഈ ഒരു വെക്ടറിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ കോഎഫിഷ്യൻസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ക്യാൻ ഫൈൻഡ് ദ curl of that vector. So next is Stokes theorem. അപ്പം സ്റ്റോക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കേൾ ഓഫ് ദ വെക്ടർ, അതായത് അതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു വെക്ടർ ആയിരിക്കും. ഇനി സ്റ്റോക്സ് തിയറത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ലൈൻ ഇൻ്റർവൽ ഓഫ് ദാറ്റ് വെക്ടർ ഇറ്റ് ഈസ് ഓൾറെഡി വി സ്റ്റഡീഡ് കേൾ ഈസ് മാക്സിമം സർക്കുലേഷൻ ഓഫ് എ വെക്ടർ പെർ യൂണിറ്റ് ഏരിയ, അതായത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റർവൽ ഓഫ് എ വെക്ടർ ക്വാണ്ടിറ്റി എ പെർ ഏരിയ ആണ് കേൾ എന്ന് പറഞ്ഞു. ഇനി ആ ലൈൻ ഇൻ്റഗ്രൽ നമുക്ക് സർഫസ് ഇൻ്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു തിയറമാണ് സ്റ്റോക്സ് തിയറം. സോ സ്റ്റോക്സ് തിയറം എന്താ പറയുന്നത് വെച്ചാൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ വെക്ടർ എ ഈസ് സെയിം ആസ് ദ നോർമൽ കമ്പോണൻറ്റ് ഓഫ് കേൾ ഓവർ ദാറ്റ് ഏരിയ. സോ ദിസ് ക്യാൻ റെപ്രസെൻറ്റ് ബൈ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് curl of vector A, curl of A over that area. So this is a Stokes theorem. Tells ഒരു ക്വാണ്ടിറ്റി, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഓവർ ദ ക്ലോസ്ഡ് പാത്ത്, ഒരു ക്ലോസ്ഡ് പാത്തിൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റി എ ഉണ്ടെന്നിരിക്കുക. സോ ഈ ടോട്ടൽ സർക്കുലേഷൻ ഓഫ് ദിസ് വെക്ടർ ഓവർ ത്രൂ ദിസ് പാത്ത്, ദ ടോട്ടൽ സർക്കുലേഷൻ ഓഫ് ദിസ് വെക്ടർ എ to the whole path, through the whole path എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് കേൾ ഓഫ് ദിസ് ക്വാണ്ടിറ്റി എ ഓവർ ദിസ് ഏരിയ ആയിരിക്കും. അതായത് ലൈൻ ഇൻ്റഗ്രലിനെ നമുക്ക് സർഫസ് ഇൻ്റഗ്രലിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തിയറം യൂസ് ചെയ്യാം. അപ്പം ഒരു ടോട്ടൽ സർക്കുലേഷൻ ഓഫ് ദിസ് വെക്ടർ, ഒരു വെക്ടർ ക്വാണ്ടിറ്റി എ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ സർക്കുലേഷൻ ഓഫ് ദിസ് ദ ഹോൾ പാത്ത്, ഈ പാത്തിൽ കൂടെയുള്ള ടോട്ടൽ സർക്കുലേഷൻ ഓഫ് ദിസ് വെക്ടർ എ എന്ന് പറയുന്നത് ഈ ഓരോ ഏരിയയുടെയും സ്മോൾ ഏരിയയുടെ എല്ലാം കേൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് സമ്മേഷൻ ചെയ്യാം. ഈ ഓരോ സ്മോൾ ഏരിയയുടെയും കേളിൻ്റെ സമ്മേഷൻ ആയിരിക്കും ഈ ടോട്ടൽ വെക്ടറിൻ്റെ സർക്കുലേഷൻ ത്രൂ ദിസ് പാത്ത് എന്ന് പറയുന്നത്. അത് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദാറ്റ് വെക്ടറിനെ നമുക്ക് സർഫസ് ഇൻ്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി എ ഉണ്ടെങ്കിൽ ത്രൂ ദിസ് ഈ ഒരു പാത്തിൽ കൂടെ, ഈ ഒരു ക്ലോസ്ഡ് പാത്തിൽ കൂടെ ആ ഒരു വെക്ടറിനുള്ള ടോട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഈ ഓരോ സ്മോൾ ഏരിയനെയും അതിൻ്റെ സ്മോൾ ഏരിയയുടെയും കേൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെല്ലാം കൂടി സമ്മേഷൻ ചെയ്യുന്നതാണ് ഈ ഒരു ക്വാണ്ടിറ്റീനെ ഈ ഒരു ടോട്ടൽ പാത്തിലൂടെ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഒരു സർക്കുലേഷൻ എന്താണ്, ഈ ഒരു ക്വാണ്ടിറ്റിയുടെ എയുടെ സർക്കുലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സ്മോൾ ഏരിയയുടെ കേളിനെ നമ്മൾ സമ്മേഷൻ ചെയ്താൽ മതിയാവും. സോ ദിസ് ഇസ് സ്റ്റോക്സ് തിയറം പറയുക. സ്റ്റോക്സ് തിയറത്തിൽ നമ്മൾ ഒരു വെക്ടറിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എന്താണോ അതിന് നമുക്ക് സർഫസ് ഇൻ്റഗ്രലിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് കേൾ ഓഫ് ദാറ്റ് വെക്ടർ എ ഡോട്ട് ഡി എസ്. സോ നമ്മൾ ഓൾറെഡി ഗ്രേഡിയൻ്റ് എന്താണെന്ന് പറഞ്ഞു, ഡൈവർജൻസ് എന്താണെന്ന് കണ്ടുപിടിച്ചു, കേൾ എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഒരു 2-3 എക്സാമ്പിൾസ് നോക്കാം. അതെങ്ങനെയാണ് ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കുക, ഡൈവർജൻസ് ആൻഡ് കേൾ എങ്ങനെയാണ് ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നിരിക്കുക, സ്കെയിലർ ഫംഗ്ഷൻ വി ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to minus z sin 2x cos hy.
സോ ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു വാട്ട് ഇസ് ദി ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ഗ്രേഡിയൻ്റ് ഈസ് ഡെൽറ്റ വി ഈസ് ഇക്വൽ ടു ഡോ വി ബൈ ഡോ എക്സ് എ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ എ വൈ പ്ലസ് ഡോ വി ബൈ ഡോ ഇസെഡ് എ ഇസെഡ്. സോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക. സോ ഡോ വി ബൈ ഡോ എക്സ് എ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ എ വൈ പ്ലസ് ഡോ വി ബൈ ഡോ ഇസെഡ് എ ഇസെഡ്. സോ നമ്മൾ ഇവിടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ സോ വാട്ട് യു ഗെറ്റ് ഡോ വി ബൈ ഡോ എക്സ് വിൽ ബി ഈക്വൽസ് ഇ റേസ് ടു മൈനസ് ഇസെഡ് ടു കോസ് 2x കോസ് എച്ച് വൈ എ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ എന്ന് പറയുന്നത് ഇതിന് ഡെഫിനിഷൻ എടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ സോ ദാറ്റ് ബിക്കംസ് ഇ റേസ് ടു മൈനസ് ഇസെഡ് സൈൻ 2x cos hy definition you will get the sin hy ay plus with respect to z so that you will get minus of e raised to minus z sin 2x cos hy az. So this will be the answer for finding the del v, del gradient of this function കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞത് ഇതായിരിക്കും. നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇസെഡ് കോസ് 2x പ്ലസ് കോസ് എച്ച് വൈ എ എക്സ് പ്ലസ് ദിസ് ബിക്കംസ് ഇ റേസ് ടു മൈനസ് ഇസെഡ് സൈൻ 2x സൈൻ എച്ച് വൈ എ വൈ പ്ലസ് ദിസ് ബിക്കംസ് minus e raised to minus z sin 2x cos hy az. So this is the gradient of this function v. This is the final answer del v എന്നുള്ളത്. So next is for finding the divergence. ഒരു വെക്ടർ തന്നിട്ടുണ്ട് p is equal to x square yz ax plus xz az. അപ്പോൾ ഈ ഒരു വെക്ടറിൻ്റെ ഡൈവർജൻസ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് പി ഇസ് ഈക്വൽ ടു ഡോ ബൈ എന്താണ് ഡൈവർജൻസ് എന്താണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ദിസ് എക്സ് സ്ക്വയർ വൈ സെഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ദിസ് ക്വാണ്ടിറ്റി ഇവിടെ 0 ആണ് പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ദിസ് കോഎഫിഷ്യൻ്റ് ഈസ് എക്സ് ഇസെഡ്. ഇവിടെ നമുക്ക് പി ഓഫ് എക്സ് ആണ് ഈ ഒരു ക്വാണ്ടിറ്റി, ഇവിടെ ഇതെന്ന് പറയുന്നത് പി ഓഫ് ഇസെഡ് ആണ് ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. പി ഓഫ് വൈ എന്നുള്ളതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഇല്ല, ഈ ഒരു വെക്ടറിലില്ല. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഡൈവർജൻസ് കണ്ടുപിടിക്കാൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫസ്റ്റ് വൺ പി ഓഫ് എക്സ് ഈസ് എക്സ് സ്ക്വയർ വൈ ഇസെഡ്. സോ നമ്മൾ ഡെഫിനിഷൻ എടുക്കുമ്പം 2x വൈ ഇസെഡ് പ്ലസ് ഇവിടെ ഇത് ഡെഫിനിഷൻ 0 ആണ് പ്ലസ് വിത്ത് റെസ്പെക്ട് ടു ഇസെഡ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് it is x. So the final answer becomes 2x yz plus x. So del dot p എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ഒരു വെക്ടറിൻ്റെ ഡൈവർജൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും ഫൈനൽ ആൻസർ. ഒരു വെക്ടർ തന്നിട്ടുണ്ട് ആർ എന്ന് പറയുന്നത് ആർ ഈസ് ഇക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസെഡ് കെ. ഇപ്പോൾ ഇവിടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഐ ജെ കെ എന്നുള്ള ഡയമെൻഷൻ തന്നിരിക്കുന്നത്. എ എക്സ് എ വൈ എ ഇസെഡ് എന്ന ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി റെപ്രസെൻറ്റ് ചെയ്തത് ഒരു റെക്ടാങ്കിൾ സിസ്റ്റത്തിൽ നമ്മൾ ഐ ജെ കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്താലും അത് ശരി തന്നെയാണ്. സോ ഈ ഒരു വെക്ടർ തന്ന ആർ എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസെഡ് കെ ആണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഡൈവർജൻസ് ഓഫ് ദിസ് വെക്ടർ ആർ. എന്താണ് ഇതിൻ്റെ ഡൈവർജൻസ് വരുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ്. ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് അതായത് എക്സ് ഡയറക്ഷനിലുള്ള ഈ വെക്ടറിൻ്റെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആയതുകൊണ്ടാണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എടുക്കുക. ഡോ ബൈ ഡോ വൈ ഓഫ് വൈത്ത് ഡയറക്ഷൻ ഓർ ജെത്ത് ഡയറക്ഷനിലുള്ള കോഎഫിഷ്യൻ ഇവിടെ വൈ ആണ്. ദെൻ കേർത്ത് ഡയറക്ഷൻ ഓർ എസ് ഡയറക്ഷനിലുള്ള കോഎഫിഷ്യൻ ഇവിടെ ഇസെഡ് ആണ്. സോ ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇസെഡ്. സോ ദിസ് ബിക്കംസ് this will be 1, this will be 1 and this will be 1. So the divergence is equal to 3. So ഈ ഒരു വെക്ടറിൻ്റെ ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും.
ഇനി നമുക്ക് ഈ വെക്ടറിൻ്റെ കേൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ കേൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഡിറ്റർമിനൻറ്റ് ഓഫ്, സോ ഇവിടെ വെക്ടർ ഐ ജെ കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് നമ്മൾ ഐ ജെ കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എ എക്സ് എ വൈ എ സെഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. രണ്ടും ശരി തന്നെയാണ്. ദെൻ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെഡ്. ദെൻ കോഎഫിഷ്യൻ്റ് ഇൻ ദ ith jth and kth ഡയറക്ഷൻസ് എഴുതുക. ഫസ്റ്റ് ith ഡയറക്ഷനിൽ കോഎഫിഷ്യൻ്റ് എക്സ്, jth ഡയറക്ഷനിൽ വൈ, ദെൻ kth ഡയറക്ഷനിൽ ഇസെഡ്. Now we can find the determinant of this vector. So first becomes I into dou y of z minus dou by dou z of y plus minus of j into dou by dou x of z minus this becomes dou by dou z of x plus k into dou by dou y of dou x of y minus dou by dou y of x. സോ ഇവിടെ നമുക്കറിയാം ഇത് ഓരോന്നും ഈ വിത്ത് റെസ്പെക്ട് ടു വൈ, സെഡിന് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞാൽ ഇത് 0 ആണ്. സോ ദിസ് ഫംഗ്ഷൻ ഇത് തന്നെയും ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് വൈ ദിസ് ബിക്കംസ് ദാറ്റ് വാസ് ഓൾസോ 0. സോ ഈ ഒരു ഫംഗ്ഷനിൽ ഇത് 0 ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു കോൺസ്റ്റന്റ്. ഇസെഡ് നല്ല കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുക. ഈ ഒരു ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നത് കൊണ്ട് ദിസ് ബിക്കംസ് 0 ആൻഡ് ദിസ് ഓൾസോ ഇത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസെഡ് ആണ്. ഇവിടെ ഇസെഡ് എന്നുള്ള ക്വാണ്ടിറ്റി ഇവിടെ വരുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരിക. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ 0 വരും. ദെൻ ദിസ് ബിക്കംസ് ഇവിടെയും ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ആണ്. സോ ഇവിടെ ഒരു എക്സ് പാരാമീറ്റർ ഒന്നുമില്ല. സോ ദിസ് ബിക്കംസ് അഗെയിൻ 0. സോ ദ ഫൈനൽ ആൻസർ ഓഫ് ദിസ് ഈസ് 0. കേൾ ഓഫ് ദിസ് വെക്ടർ ആർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇവിടെ ഫൈനൽ ആൻസർ കേൾ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ദാറ്റ് മീൻസ് കേൾ ഓഫ് ദിസ് വെക്ടർ ഈസ് 0. ദിസ് ഡെൽ ക്രോസ് ആർ, കേൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഡെൽ ക്രോസ് ആർ എന്ന് പറയുന്നത് കേൾ ആണ്. സോ ദിസ് ഇൻ കേസിൽ ഡെൽ ക്രോസ് ആർ ഇസ് ഇക്വൽ ടു 0. സോ ദിസ് മീൻസ് ദിസ് ഇസ് എ ഇറൊട്ടേഷണൽ വെക്ടർ. അത് ഈ വെക്ടറിന് റൊട്ടേഷൻ ഒന്നുമില്ല, റൊട്ടേഷൻ എഫക്റ്റ് ഇല്ല ഈ വെക്ടറിന്. സോ ഇതാണ് റൊട്ടേഷണൽ വെക്ടർ. ഡെൽ ഡോട്ട് എ, ഒരു വെക്ടർ എ ഡൈവേർജൻസ് 0 ആണെന്ന് പറയുകയാണെങ്കിൽ ഡെൽ ഡോട്ട് എ ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ എ ഇസ് ഇക്വൽ ടു 0 മീൻസ് യു ക്യാൻ ടെൽ ഇറ്റ് ആസ് സോളിനോയിഡ്. അവിടെ ഡൈവേർജൻസ് ഒന്നുമില്ല. ഇപ്പോൾ പോസിറ്റീവ് ഡൈവേർജൻസോ നെഗറ്റീവ് ഡൈവേർജൻസോ ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ 0 ഡൈവേർജൻസ് ആണെങ്കിൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഡെൽ ഡോട്ട് എ 0 ആണെങ്കിൽ നമുക്ക് സോളിനോയിഡിൽ എന്നും പറയാം.